ഞങ്ങളിവിടെ ഈ പട്ടാളം മാധവന്മാരുടെ വീട്ടില് പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ. ഓ സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിക്കുന്നു. അവസാനം എഴുതിയ പുസ്തകമാണ് ഈ അവസാനം എഴുതിയത്. അത് എഴുതാനാണോ ഞങ്ങളോട് വന്നിരിക്കുന്നത്? കോളനിക്കാരെ പറ്റിയിട്ടില്ലേ? അതെ. ഇദ്ദേഹവും സാഹിത്യകാരനാണ്. അതെ. അല്ല, അതെ ഞാനാ. ചെറിയൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടത് പറഞ്ഞോളൂ. ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് കഥ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. സമാധാനം വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ. എന്റെ കൂടെ താമസിച്ചൂടെ? എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. കുറെ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യൻ എന്റെ മുമ്പിൽ വരുന്നത്. അതിന്റെ ഒരു സന്തോഷമാണ്. അതെന്താ മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ല? ഇവിടെ മനുഷ്യരിക്കണു. ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യരാജ്യം യുവന്മാരിങ്ങനെ ചെയ്യുവോ? ആ മൂസാ ചേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമം കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ? ആ പിന്നൊരു കാര്യമുണ്ട്. മൂസാ ചേട്ടൻ യുവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒളിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ. ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ചങ്ങല ചങ്ങല കാണി ചങ്ങല കാലുന്ന ചങ്ങല ഓടിയോ. ആ പ്രാന്തിന്റെ വീട്ടോട് ഞാൻ പോകാം. പട്ടി നീ പോണോ? പട്ടി അവരെന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കണമെന്നാണോ പട്ടി? അത് ശരി. നീയൊക്കെ ഇവിടെ വീടാണെങ്കിൽ വാടക താമസിക്കുന്നതൊക്കെ അല്ല. അതെ, ഞങ്ങള് പാടന്മാരുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നുകളയുന്ന പട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അവൻ പറയുന്നത് ഒഴിയാൻ പോവാ. നിങ്ങൾ അവിടെ താമസിച്ചാൽ മതി, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. ഞങ്ങള് കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട, ഞങ്ങൾ മാറിക്കോളാം. ഇനി എങ്ങാനും നിങ്ങൾ അവിടുന്ന് മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും. അയ്യോ, ഞാൻ പറയുന്നത് നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട്